ഹായ് എവരിവൺ, എഗെയിൻ കേൾവണ്ടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഈ ഒരു രണ്ട് വണ്ടികൾക്ക് വേണ്ടി കുറച്ച് നാളായിട്ട് നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ പുതിയ ഹുണ്ടയുടെ വെന്യൂ ആണ് ഇത്. നോർമൽ ഇത് നമ്മുടെ എൻലൈനുമാണ്. അപ്പോൾ ഞാൻ ഏകദേശം 2-3 ആഴ്ച ഇതിപ്പോൾ നല്ല നോയ്സ് ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ്, അപ്പുറത്ത് സിൽക്ക് ബോർഡാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഈ രണ്ട് വണ്ടികൾ ഓടിച്ച് നോക്കി. അത്യാവശ്യം നല്ല രസമുണ്ട്. ഇത് അധികം ഒന്നും ഓട്ടിക്കാൻ കിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പാർക്കിംഗ് ലോട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയൊക്കെ ഉള്ളൂ. ഇതായിരുന്നു നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് എടുത്തിരുന്നത്. അപ്പം നമ്മുടെ എൻജിൻസ് എല്ലാം സെയിം തന്നെയാണ്, പക്ഷേ വണ്ടി സച്ച് രണ്ടും പക്കാ ന്യൂ വണ്ടികളാണ്. ഓക്കെ, അപ്പോൾ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ബോണറ്റിൽ നിന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ ബോണറ്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു ലൈൻസും സ്ട്രക്ചറും കാര്യങ്ങളൊന്നും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതേ അല്ല. അത് കണക്ക് നമ്മൾ പ്ലാറ്റ്ഫോം തന്നെ കംപ്ലീറ്റ്ലി മാറിയിട്ട് നമ്മുടെ ഈ പുതിയ കിയ സിറോസിൻ്റെ ഒക്കെ ആ ഒരു പ്ലാറ്റ്ഫോമിലായിട്ട് നമുക്ക് ഈ രണ്ട് പുതിയ വെന്യൂസ് എന്തായാലും വന്നിട്ടുള്ളത്. ഇതിനകത്ത് മാറായിരുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു എഞ്ചിനാണ്. അതായത് നമ്മുടെ ആ ഒരു കാപ്പ 1.2 ലിറ്റർ 83 PS പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ വരുന്നത് നമ്മുടെ 1 ലിറ്റർ ടെർബോ, നമ്മുടെ ഹയർ ട്രിംസിലോട്ടൊക്കെ വരുന്ന 1 ലിറ്റർ ടെർബോ ഒരു 120 PS പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ വരുന്നത് നമ്മുടെ CRDI ഡീസൽ എഞ്ചിനാണ് 1.5 ലിറ്റർ. അതൊരു 115 എല്ലാവരും പോയിട്ട് 116 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡീസൽ എഞ്ചിൻ. അപ്പോൾ എനിക്കൊന്ന് ഡീസൽ വേറെ അധികം വണ്ടികളൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ കൊടുക്കുന്നതിനകത്ത് അത്യാവശ്യം നല്ലൊരു ഡീസൽ എഞ്ചിനും കൊടുക്കുന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഹുണ്ടായി വെന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി പറഞ്ഞു പോകുന്നതിന് മുമ്പ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. കാരണം കുറേ പണി പെട്ടിട്ട് കുറേ നേരം സമയം കളഞ്ഞൊക്കെയാണ് ഞാൻ ആക്ച്വലി വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു 5 പൈസയുടെ ചിലവ് പോലും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അത്രയും എനിക്കൊരു സപ്പോർട്ടാണത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്യുക. ഓക്കെ, അത് കണക്ക് തന്നെ ഈ വണ്ടി എടുക്കാൻ പ്ലാനുള്ള ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തരാം. എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്, എന്നാലും ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഉപകാരം വന്നേക്കാം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ പയ്യെ പുറത്തുനിന്നെങ്കിൽ അകത്തോട്ട് കയറി. കാരണം പുറത്ത് ഭയങ്കര നോയ്സാണ്. കാരണം പിന്നെ 2 ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയുണ്ട്, 1000 ആൾക്കാരും ഉണ്ട് അതിന് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിക്ക്. ഇത്രയും ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളതാണ് ആക്ച്വലി. കാരണം ഒരു കാർ ഇറങ്ങുന്നതെന്ന് പറയുമ്പം അത്രയും ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുള്ളത് എനിക്കറിഞ്ഞൂട്ടോ കേട്ടോ. കാരണം ഞാൻ ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഒരു ജനസാഗരമുണ്ട് ആക്ച്വലി. പിള്ളേരും വലിയ ആൾക്കാരും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ വന്നിരുന്നത് എക്സ്പീരിയൻസ് ആണ് സത്യത്തിൽ. ഒരു ഷോറൂമിലോട്ടാണ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ എടുത്ത് കാണുന്നത്. കാരണം ബാക്കി നമ്മൾ പോയിടത്തൊന്നും ഇങ്ങനെ ഇത്രയും ആൾക്കാരൊന്നും ഇത്രയും നേരമൊക്കെ ഇവിടെ നിന്ന് ചിലവഴിക്കും. ഞാൻ ഏകദേശം ഒരു 3:30 എങ്ങോട്ടായപ്പോൾ വന്നത് കേട്ടോ. അന്നേരം വന്ന ഫാമിലീസ് ഇപ്പോഴും ഇതിനകത്തിരുന്ന് ഒരു ടച്ച് ആൻഡ് ഫീലൊക്കെ ഇത്രയും നോക്കിയെടുക്കുന്ന ഒരു കസ്റ്റമർ ബേസ് ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം പറയാം. എന്തായാലും അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം അടിച്ച് ആ വണ്ടി ഈ ഒരു വണ്ടി കംപ്ലീറ്റ്ലി അവർ റീഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അവരുടെ ഫ്രണ്ടിൻ്റെ ബോണറ്റിലെ ലൈൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനും നമുക്കിപ്പോൾ കുറേയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നല്ല സാമ്യം വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം സെൽറ്റോസ്, നമ്മുടെ കിയയുടെ സെൽറ്റോസ് റിവീലായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു DRLസുമായിട്ട് ഇതിന് കുറേയൊക്കെ സാമ്യം വരുന്നു. ഒബ്വിയസ്ലി അവർ ആ ഒരു സെയിം ഡിസൈൻ ലാംഗ്വേജ് തന്നെ നോക്കിയിട്ടാണ് പോകുന്നത്. സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നീളത്തിനകത്തൊന്നും വലിയ മാറ്റമില്ല. പക്ഷേ ആ ഒരു ഡിസൈൻ, ആ ഒരു ബൾക്കിനെസ് കാണിക്കുന്ന രീതിയിൽ ആ ലൈൻസും കട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്കിതിനകത്ത് ഇപ്പം വീതി വരുന്നത് ആക്ച്വലി 1800 mm ആണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വിക്ടോറിയസിനെയും കാട്ടി 5 mm പിന്നെയും കൂടുതലാണ്. അതായത് അകത്തെ സ്പേസിന് യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അവർ ആ പാടത്ത് നോക്കിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അണ്ടർ 4 മീറ്റേഴ്സ് വേണമെന്നുള്ളത് മാത്രം. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അകത്തെ സ്ഥലത്തിന് യാതൊരു പ്രശ്നമില്ല. നല്ല അടിപൊളിയായിട്ട് 3 പേർക്ക് ബാക്ക് സീറ്റിലിരിക്കും. ആ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ കാണുമ്പോഴത്തേക്ക് ഇത്രയും സ്പേസ് എനിക്ക് ബാക്കിയുണ്ട്. 1665 mm ആണ് ഇതിനകത്ത് ഹൈറ്റ് വന്നേക്കുന്നത് വണ്ടിക്ക്. നേരത്തെ അത്യാവശ്യം നല്ല രീതിയിൽ കുറവായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ എന്തായാലും താഴെ ഒന്ന് കൊടുത്തേക്കാം. നമുക്ക് ഒരു കമ്പാരിസൺ മനസ്സിലാവാനായിട്ട് ഞാൻ രണ്ടിൻ്റെയും, അതായത് പുതിയതിൻ്റെയും പഴയതിൻ്റെയും താഴെ കൊടുത്തേക്കാം. പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ, ഒരു സ്റ്റിയറിങ് തൊട്ട് ഈ ഫ്രണ്ട് എന്താ ചെയ്തെങ്കിൽ എനിക്കൊരു പിടുത്തമില്ല. കാരണം അവർ കംപ്ലീറ്റ്ലി ഒരു പുതിയ കാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ടെക്സ്ചറൊക്കെ ഉണ്ട്, ഇവിടുത്തെ ഒരു വൈറ്റ് ഫിനിഷ് ടെക്സ്ചറൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമേ വിചാരിച്ച ഒരുമാതിരി മറ്റേ റഫായിരിക്കുന്ന നമ്മുടെ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്കിനൊക്കെ ഒരു ക്വാളിറ്റി വരുമല്ലോ, അതായിരിക്കുന്നു. പക്ഷെ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. ലെതറല്ല, പക്ഷെ ആ ഒരു പ്ലാസ്റ്റിക്കിനകത്ത് കിട്ടുന്ന ഒരു പ്രീമിയം ടച്ച് ആൻഡ് ഫീൽ ഉണ്ട്. അത് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. ഹുണ്ടൈ ആക്ച്വലി ഒരു ഇന്ത്യൻ ആൾക്കാർക്ക് അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത് പിന്നെയും തെളിയിക്കുകയാണ്. അവർ കിയ കൊണ്ടുവന്നു. അതിനകത്ത് കിയയിൽ
ഓരോ വണ്ടികളും അവർ ഇറക്കുമ്പോൾ അവർ സൂക്ഷ്മമായിട്ട് ഇത് ഇന്ത്യക്ക് പറ്റുന്നതാണോ നോക്കിയിട്ട് മാത്രമേ അവർ ഇറക്കാത്തുള്ളൂ. അത് കണക്ക് തന്നെ അവരുടെ ബ്രാൻഡിൽ ഹുണ്ടായിലും അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടുത്തുള്ള ആൾക്കാർക്ക് എന്ത് വേണമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതങ്ങ് കൊടുക്കുകയാണ്, വേറെ ഒന്നുമല്ല അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ റിയർ പ്രൊഫൈലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അടിപൊളിയായിട്ട് ഓരോ എലമെൻസും, ആ ഒരു മുകളിൽ വരുന്ന സ്പോയിലർ ആണെങ്കിലും, ഇല്ലെങ്കിൽ താഴോട്ട് വരുന്ന ആ ഒരു ബ്രേക്ക് ലൈറ്റ് ആണെങ്കിലും, ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ താഴെ വരുന്ന ആ ഒരു ക്യാമറയുടെ പോർഷൻ, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അവരെന്തായാലും ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് 360 ക്യാമറ, അഡാസിൻ്റെ ലെവൽ 2, ബാക്കി അല്ലറ ചില്ലറ ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു കേർവ്ഡ് സ്ക്രീൻ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഓടിച്ചപ്പോഴത്തേക്ക് എൻലൈൻ ആക്ച്വലി വേറെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി പോയി, അതുകൊണ്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റാത്തത്. ഞാനതില്ലെങ്കിൽ അതിൻ്റെ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിരുന്നത്. പക്ഷേ അത് വേറെ ഇവിടെ ആ വണ്ടി നിൽക്കുന്നില്ല. ഞാൻ കുറച്ച് നേരത്തേക്ക് ആ 2 മിനിറ്റ് നേരത്തേക്ക് ഇൻട്രോ എടുക്കാൻ വേണ്ടി മാത്രമാണ് എനിക്ക് ആ 2 വണ്ടികൾ കിട്ടുക. ഞാൻ അന്നേരത്തേക്ക് തന്നെ ആ 2 വണ്ടികളും വേറെ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് മിസ് ഔട്ട് ആയെന്ന് തോന്നിയെന്ന് പറയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒരു പനോറാമിക് സൺറൂഫ് കൊടുക്കാമായിരുന്നു. കാരണം നമുക്ക് കിയയുടെ സിറോസിനകത്ത് ഓൾറെഡി അവർ ട്രൈ ചെയ്തതാണ്, അത് പനോറാമിക് അത് കറക്റ്റായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവർ ബേസ് തൊട്ടേ, അതായത് നമ്മൾ ബേസ് മോഡൽ തൊട്ടേ നമുക്ക് ഇവർ കൊടുക്കുന്നുണ്ട് ഈ ഒരു നോർമൽ സിംഗിൾ പെയിൻ ആയിട്ടുള്ള സൺറൂഫ് കൊടുക്കുന്നുണ്ട്. അപ്പം പനോറാമിക്കും കൂടെ ഹയർ ആൻഡ് വേരിയൻസിന്, കാരണം ഹയർ ആൻഡ് വേരിയൻസ് വരുമ്പോൾ ഏകദേശം ഒരു 19 lakhs അടുപ്പിച്ച് ഓൺ റോഡ് വരുന്നുണ്ട്. ഇവിടെ ബാംഗ്ലൂർ റേറ്റാണ്, ഞാൻ ഇവിടെ ചാർട്ട് ഇവിടെ കാണിച്ചേക്കാം ഞാൻ എന്തായാലും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വില വ്യത്യാസം വരുന്നില്ല. ക്രെറ്റയിലോട്ടോ ഇല്ലെങ്കിൽ ആ ഒരു ബാക്കിയുള്ള ഇതിന് മുകളിലോട്ടുള്ള SUV-കളിലോട്ടോ നോക്കുന്നതിന് വലിയ വില വ്യത്യാസം വരത്തില്ല ഇതിൻ്റെ ഹയർ എൻഡ് നോക്കുന്നവർ. അതേസമയം നമുക്ക് 15 ലക്ഷം ഇല്ലെങ്കിൽ ഒരു 12 ലക്ഷം റേഞ്ചിനകത്തോട്ടൊക്കെ നോക്കുന്നവർക്ക് നമുക്കിതിൻ്റെ പറയാൻ വന്ന കാര്യം ആക്ച്വലി ഇതിൻ്റെ വേരിയൻസിൻ്റെ പേരിടുന്നതിനകത്ത് ഹുണ്ടയ്ക്ക് ഇന്നേ വരെ അങ്ങോട്ടൊരു കണക്ക് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം നോർമൽ വെന്യൂവിനകത്ത് നെയിമിങ്സ് വരുമ്പോഴത്തേക്ക് HX വെച്ചിട്ടാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ന്യൂമറിക് വാല്യൂമാണ്. അതായത് HX2 ഉണ്ട്, 3 ഇല്ല, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ വേരിയൻസിൻ്റെ പേര്. ഇനി ചിലപ്പം ഇതിനിടയ്ക്ക് മറ്റുള്ള ഗ്രാവിറ്റേഷൻ എഡിഷൻ കണക്കെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇടാനുള്ള സ്പേസിന് വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്ക് കുറേ നമ്പേഴ്സ് അവർ കളഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ഉള്ള അഭിപ്രായം കേട്ടോ. പിന്നെ നമുക്ക് എൻ ലൈനിൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് N ഉള്ള നമ്പർ, ഈ HX മാറിയിട്ട് N ആവും. അപ്പോഴത്തേക്ക് പിന്നെ N6, N8, N10 അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അതിൻ്റെയും വേരിയൻസ് ഞാൻ കൊടുത്തേക്കാം എന്തായാലും ഇവിടെ. ഇത് ഏകദേശം ഒരു നോർമൽ, നമ്മുടെ നോർമൽ വെന്യൂ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5 കളേഴ്സിൽ വരുന്നുണ്ട്. ആ കളറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞ ഒരു 3 എൻജിൻസിനകത്തായിട്ടാണ്. നമ്മുടെ ലോവർ ട്രിമിൽ വരുമ്പോഴത്തേക്കാണ് 1.2 ലിറ്റർ വരുന്നത്, 83 PS പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹയർ വേരിയൻസിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ടെർബോ ആണ് വരുന്നത്, അത് 120 PS പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല അടിപൊളി എഞ്ചിനാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു എഞ്ചിനാണ്. സിറ്റിയിലാണെന്നുണ്ടെങ്കിലും ഹൈവേയിലാണെന്നുണ്ടെങ്കിലും യാതൊരു പ്രശ്നമില്ല, ഒരു മടുപ്പിക്കാത്ത എഞ്ചിനാണ്. നമുക്ക് പവർ വേണ്ട, നമുക്ക് കറക്റ്റായിട്ട് പവർ വരും, കാല് കൊടുത്താൽ മതി, അത് പവറാണത്. ആ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എഞ്ചിനാണ് ആക്ച്വലി ഇവർ ചെയ്തേക്കുന്നത്. പിന്നെ ബൂട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ തെറ്റില്ലാത്ത, ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഒരു ബോട്ട് സ്പേസ് കൊടുക്കുന്നത്. ഏകദേശം 375 ലിറ്റേഴ്സാണ്. ഇനി നമുക്കിതിൻ്റെ റിയർ സീറ്റിലോട്ട് പോയിട്ട് നമുക്ക് അവിടെ നിന്നും കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഈ ഒരു ഹെഡ് റൂം കണ്ടോ, 1665 mm ആ ഒരു ഹൈറ്റ് ഇവിടെ കാണാനുണ്ട് കറക്റ്റായിട്ട്. എന്തായാലും എന്താ പറയുക, ഒരു 6 ഫീറ്റ് അല്ലല്ലോ, സോറി, ഞാൻ 6 ഫീറ്റിന് മുകളിലാണ്. എനിക്ക് 163 ആണ് സെൻറ്റിമീറ്റേഴ്സിനാണ്, എനിക്ക് ഫീറ്റ് കണക്ക് പറയാറുണ്ട് കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഉള്ളവർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 170, 175 വരെ ഒന്നും വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. അത് ഇത്രയും സ്പേസ് ഇനിയും ബാക്കി കിടപ്പുണ്ട്. ഇനിയിപ്പോൾ സൈഡിലോട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വീതിയുണ്ട്, 1800 mm. ഇതിന് മുകളിലുള്ള വണ്ടികൾക്ക്, അതായത് ക്രെറ്റയും കാട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെറ്റയും കാട്ടിയിട്ടും അകത്ത് സ്പേസ് കൂടുതലാണ്. ഓക്കെ, ആ ഒരു കാര്യത്തിനകത്ത് അവർ ഒരു നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് എന്തായാലും. പിന്നെ ലെഗ് റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും ലെഗ് റൂം ഉണ്ട്. അകത്തോട്ടൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ട് നമുക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റും. ആ രീതിക്ക് അവർ ലെഗ് റൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്നൊക്കെ കണ്ടത് ഓക്കെയാണ്. നമുക്കിനിയിപ്പോൾ എന്തായാലും പുറത്തോട്ട് വണ്ടിയായിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റോഡിലുള്ള ഫീലും കൂടെ കിട്ടും.
എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, എന്നാലും നമുക്കൊന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പയ്യെ വണ്ടി എടുത്തുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സമയമാണ്. ഇപ്പോൾ ഏകദേശം സമയം 4:30 കണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബാംഗ്ലൂർ തിരക്കുണ്ട്. നമ്മളൊരു സർവീസ് റോഡിൽ കൂടെയാണ്, കുറച്ചകത്തോട്ട് എടുക്കാൻ നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പയ്യെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാംഗ്ലൂർ ട്രാഫിക് തന്നെ ഫുള്ള്. അപ്പോൾ അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുമ്പോൾ യൂ ടേൺ എടുത്തപ്പോഴത്തേക്കുള്ള അതിൻ്റെ ഒരു റേഡിയസ് ആയിരുന്നു. ടേണിംഗ് റേഡിയസ് വളരെ ചെറുതാണ്. വണ്ടി അത്യാവശ്യം അകത്ത് നല്ല സ്പേസ് ഉണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ടേംസ് ഓഫ് സ്പേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അന്നേരം ഒബ്വിയസ്ലി നീളം കൂട്ടാൻ പറ്റുന്നില്ല. 3990, അത് 3995 ആണ് അതിനകത്ത് ലെങ്ത് വരുന്നത്. പക്ഷേ വീതി അവർ നല്ല രീതിയിൽ കൂട്ടുന്നു. നേരത്തെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സബ് 4 മീറ്റർ കാറ്റഗറിയിൽ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ചെറിയൊരു വണ്ടിയായിരുന്നു വെന്യൂ. അപ്പം ആ ഒരു സബ് 4 മീറ്ററിൽ ഒരു ചെറിയ വണ്ടിയായിരുന്നു വെന്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ആ സ്ഥിതി കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. ഉള്ളത് ഇപ്പോൾ ഏറ്റവും വലിയ വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒബ്വിയസ്ലി നീളം മാറിയിട്ടില്ല, പക്ഷേ അവർ വീതി കൂട്ടി, ഹൈറ്റും കൂട്ടി. ഹൈറ്റ് വരുന്നത് 1665 ആണ്, ആണ് കണക്ക്. വളയ്ക്കുമ്പോൾ നോക്കിയാൽ മതി, സുഖമായിട്ട് വളഞ്ഞു വരും. പക്ഷെ അത്രയും സ്പീഡിൽ ഒരു സ്റ്റിയറിംഗ് വളഞ്ഞു വരുന്നില്ല. സ്റ്റിയറിംഗ് കുറച്ചും കൂടെ സ്പീഡിൽ വളഞ്ഞു വരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓടന്ന് ഒറ്റ നോക്കട്ടെ. ഓക്കെ, സ്പോർട്ട് സസ്പെൻഷനൊക്കെ അടിപൊളി കേട്ടോ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആ സൗണ്ട് മാറുന്നത് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും ആ സ്പോർട്ട് മോഡിലോട്ട് ഇടുമ്പോഴത്തേക്കും. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന N-Line N10 ടോപ്പ് എൻഡ് വേരിയൻറ്റ്, DCT ആണ്. അപ്പം എന്താ അറിയാലോ, ഏകദേശം 120 PS ആണ് ഇതിൻ്റെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ 1 ലിറ്റർ ടർബോ പെട്രോളാണ് ഇതിനകത്ത് വരുന്നത്, കപ്പ എഞ്ചിൻ. ഇതിൻ്റെ നോർമൽ വെന്യൂവിനകത്ത് വരുമ്പോഴേക്കും നമുക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് 1.2 ലിറ്റർ കാപ്പൽ വരുന്നുണ്ട്, അത് ഏകദേശം 83 PS ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഈ 1 ലിറ്റർ ടർബോ പെട്രോളാണ്, അത് 120 PS ആണ്. നമ്മുടെ കിയയുടെയും ഹുണ്ടയുടെയും സെയിം ഷെയർഡ് എഞ്ചിൻ തന്നെയാണ് ഇതെല്ലാം. അത് കണക്ക് തന്നെ പിന്നെ വരുന്നത് നമ്മുടെ 1.5 CRDI എഞ്ചിനാണ് വരുന്നത്, 115 PS പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ കട്ടിയിലൊക്കെ വന്നുകൊണ്ടിരുന്ന സെയിം എഞ്ചിൻ തന്നെ. നമുക്ക് ഒരു അത്യാവശ്യം നല്ല രീതിക്ക് അകത്ത് സ്പേസ് ഉള്ളൊരു വണ്ടി വേണം. സിറ്റിയിലോട്ടാണ് ഉപയോഗിക്കാൻ. ഇപ്പം കാലൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. എന്നിട്ട് ഇതായിപ്പോൾ കാണിക്കുന്ന ഏകദേശം 9.3 ഒക്കെ എനിക്ക് അത്യാവശ്യം സിറ്റിയിൽ ഞാനിപ്പോൾ എടുത്തതേ ഉള്ളായിരുന്നു. എന്നിട്ടും എനിക്ക് അത്യാവശ്യം നല്ലൊരു മൈലേജും കാണുന്നുണ്ട്. നമ്മളിപ്പോൾ കട്ട ട്രാഫിക്കിലെന്നാണ് കേട്ടോ. എത്ര നേരം കിടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ എൻ്റെ ആ ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെ മാറിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഇതിൻ്റെ ഒരു B-roll ഇട്ടേക്കാം. അതിൻ്റെ ഒരു സ്ക്രീനിൻ്റെ ക്ലാരിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ക്യാബിൻ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. എൻ്റെ വണ്ടിയെക്കാട്ടി അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടുന്നു. ഞാൻ അന്ന് വാക്ക് വിത്ത് നെഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുള്ള ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ വണ്ടി ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പം വെന്യൂവിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ വെന്യൂവിൻ്റെതായിരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളിപ്പം ആ വിക്ടോറിയസ് എടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ വെന്യൂവിനകത്തായിരിക്കും ഇനിയിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ നെഫീടുത്ത് പറയുന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ കുറേ നാളായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരുന്നൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഇതിൻ്റെ വെന്യൂവിൻ്റെ ഈ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. കാരണം ലെവൽ 2 അഡാസും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരുന്ന മെയിൻ ആയിട്ടൊരു സാധനം അതായിരുന്നു, ലെവൽ 2 അഡാസ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഞാൻ ബുക്ക് ചെയ്തിരുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ കീയുടെ സൗണ്ടായിരുന്നു.
അതിൻ്റെ അന്ന് എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് ആകെപ്പാടെ ഒറ്റ കാര്യത്തിനകത്തേ ഉള്ളായിരുന്നു ഒരു സാറ്റിസ്ഫാക്ഷൻ വരാത്തത്. കാരണം അവർ അഡാസിൻ്റെ ലെവൽ 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് മറ്റേ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുന്നത്, ഡൈനാമിക് ആയിട്ട് അത് വണ്ടി ഡിറ്റക്ട് ചെയ്തിട്ട് സ്പീഡ് കുറയ്ക്കുന്ന ആ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതും എനിക്കൊന്ന് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നിട്ടും എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു, മാറണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇനിയിപ്പോൾ എന്തായാലും ഒബ്വിയസ്ലി സോണറ്റിൻ്റെ അടുത്ത അപ്ഡേറ്റിനകത്ത് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരും. അവർക്ക് ഓൾറെഡി ഹാർഡ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്, പക്ഷേ അവർക്ക് കൊടുക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ആ ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട്. ഇപ്പം ഇതിനകത്തോട്ട് പറയുകയെന്നുണ്ടെങ്കിൽ ഇവരിപ്പം കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, ഇത് വെന്യൂ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അവർ കംപ്ലീറ്റ് ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട് സാധനങ്ങൾ. ഇതിനകത്ത് എന്തുകൊണ്ട് ഇനിയിപ്പം നമ്മൾ പ്ലാറ്റ്ഫോം മാറ്റിയിട്ടുണ്ട്, ഡിസൈൻ കംപ്ലീറ്റ്ലി മാറ്റി. ആ ബോണറ്റിൽ നിന്നൊക്കെ ഉള്ള ലൈൻസൊക്കെ കാണുമ്പോൾ, ആ മസ്കുലർ ലൈൻസൊക്കെ കാണുമ്പോൾ തന്നെ അതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടർ. എനിക്ക് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് ഏത് വണ്ടിയാണ് ബാക്കിലുള്ളത് എന്നുള്ളത്. അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അത് സുസുക്കിക്കാർ മിസ് ചെയ്തു. ആക്ച്വലി ഞാനത് കുറേ വെന്യൂകൾ ഇപ്പം ഓൾറെഡി തന്നെ റോഡിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഏതെങ്കിലും നമ്മുടെ ബാംഗ്ലൂർ മലയാളീസ് സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ട്, അവർ ഓൾറെഡി വെന്യൂ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഞാനൊരു യൂസർ റിവ്യൂ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് നമുക്ക് യൂസ് ആകും. എന്നെ കോൺടാക്ട് ചെയ്തിരുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ട് റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മീറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത് എവിടെയെങ്കിലും മീറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ റിവ്യൂ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വണ്ടി നിർത്തിയിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം, വണ്ടിയുടെ ആകവും പുറവും കാര്യങ്ങളൊക്കെ. ഓൾറെഡി നമ്മൾ നോർമൽ വെന്യൂവിൻ്റെ ഒരു ചെറിയ സിനിമാറ്റിക് വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നു. അപ്പം അതിനകത്ത് ആക്ച്വലി എനിക്കത് ഓട്ടിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും പറയായിരുന്നു. ഓക്കെ, അപ്പം അതുകൊണ്ടായിരുന്നു ഞാൻ അതിനകത്ത് കൂടുതലായിട്ടൊന്നും പറയുന്ന വീഡിയോ കാര്യങ്ങളൊന്നും ഇടായിരുന്നു. കാരണം അതൊന്നും എനിക്ക് ഓട്ടിച്ച് പോകാൻ കിട്ടിയിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന കുഡ്ലുഗേറ്റിലുള്ള ട്രൈഡൻ ഹുണ്ടയിലാണ്. ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് എപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാൻ അതിനകത്ത് എനിക്കിത് അറേഞ്ച് ചെയ്യുന്ന ഒസാമ എന്ന് പറയുന്ന ഇവിടുത്തെ സെയിൽസ്മാനാണ്. അപ്പോൾ പുള്ളിയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാംഗ്ലൂർ മലയാളീസ് ആർക്കെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമെങ്കിലോ വണ്ടി വാങ്ങിക്കണമെങ്കിലോ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഷോറൂമിൻ്റെ ലൊക്കേഷനും അത് കണക്ക് തന്നെ പുള്ളിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ട് വേണ്ടി വന്നു. എന്താ പറയുക, നിങ്ങൾ ഒരു 15 lakhs 16 lakhs 17 lakhs ആ ഒരു ബഡ്ജറ്റിലേക്ക് സിറ്റിയിലേക്കൊക്കെ ഒരു നല്ലൊരു ഫാമിലി കാർ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. ആകപ്പാടെ ഞാൻ ഇതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ട് പറയണം എന്നുണ്ടെങ്കിൽ പറയാമെന്നുള്ളത് ഇതിൻ്റെ മൈലേജ് മാത്രമാണ്. കാരണം ഒബ്വിയസ്ലി അത് പെർഫോമൻസ് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് മൈലേജ് എന്തായാലും നല്ല രീതിയിൽ ഡ്രോപ്പ് ആവുന്നുണ്ട്. ടർബോ ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അതൊരു മൈലേജ് വലിയ കോൺഷ്യസ് അല്ല, നിങ്ങൾക്കൊരു 11-12 ഒക്കെ ഓക്കെയാണ്. അതേസമയം നിങ്ങൾക്ക് പെർഫോമൻസും വേണമെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാം, യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഹുണ്ടയുടെ സർവീസും അത്യാവശ്യം നല്ലതാണ്. കമ്പാരിറ്റീവ്ലി ബാക്കി കുറേ കമ്പനീസോട്ട് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ബെറ്ററാണ്. എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് ഇവർ. അപ്പം എന്താ പറയുക, ഒരു കംപ്ലീറ്റ്ലി ഒരു ഫാമിലി ഓറിയൻറ്റഡ് കാറ്. അതേസമയം നിങ്ങൾക്ക് എന്താ പറയുക, ഒരു വീട്ടിൽ തന്നെ ഒരു ചേട്ടനും ഒരു അനിയനും ഉണ്ട്. അനിയന് കുറച്ചും കൂടെ പെർഫോമൻസ് ഉള്ള വണ്ടി വേണം, ചേട്ടന് കുറച്ചും കൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടി വേണം. രണ്ടുപേർക്കും പറ്റുന്ന ഈ ഒരൊറ്റ സാധനമാണ്. ഈ ഒരൊറ്റ സാധനം വീട്ടിൽ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും കാര്യം നടക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ ഒരു അനാലിസിസ് ഈ ഒരു വണ്ടിയെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു വണ്ടി, പുതിയൊരു സ്ഥലം, പുതിയ കുറേ കാര്യങ്ങളൊക്കെ ഇനിയും കാണാം. ദിസ് ഇസ് KL Vandi സൈനിങ് ഓഫ്. ബൈ.